ശബരിമല ഭക്തർ പരമ്പരാഗതമായി എത്തുന്ന കാനനപാതയിൽ അവസ്ഥ നിലയിൽ ഒറ്റപ്പെട്ടുപോയ ഭക്തർക്ക് രക്ഷകരായി കേരള ഫയർഫോഴ്സ്. ചെന്നൈയിൽ നിന്ന് പുല്ലുമേട് വഴിയെത്തിയ മോഹനനാണ് രാത്രിയോടെ കാട്ടിൽ വെച്ച അവശ നിലയിലായത്. തീർത്ഥാടകനെ ഫയർഫോഴ്സ് തോളിൽ താങ്ങിയെടുത്ത് പാണ്ഡിത്താവളത്ത് എത്തിക്കുകയായിരുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആംബുലൻസ് എത്തിച്ചാണ് സന്നിധാനത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. പുൽമേട് കാനനപാതയിലൂടെ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയ ചെന്നൈ സ്വദേശിയായ മോഹനൻ വൈദ്യസഹായം തേടി കാത്തു കിടക്കുകയായിരുന്നു. അവിടെ എത്തിയത് നമ്മുടെ കേരള ഫയർഫോഴ്സാണ്. ഇനി ബാക്കി കഥ ഫയർ ഓഫീസർ കൃഷ്ണൻ സാർ പറയും. ഈ സന്നിധാനത്ത് തന്നെ നമ്മുടെ ഒരു ജില്ലാ ഫയർ ഓഫീസർ സാറിൻ്റെയും ഒരു സ്റ്റേഷൻ ഓഫീസർ സാറിൻ്റെ നേതൃത്വത്തിൽ 9 പോയിന്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു പോയിൻ്റാണിത് പാണ്ഡിത്താവളം. ഈ പാണ്ഡിത്താവളം പോയിന്റുള്ള ഇതിനൊക്കെയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരെ 8 പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇന്നലെ ഏകദേശം 7ഓളം സംഭവങ്ങൾ ഇന്നലെ അറ്റൻഡ് ചെയ്തു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അതെന്ന് പറഞ്ഞാൽ ഇതൊരു വൈകുന്നേരം ഒരു 5:30 മണിക്ക് നമ്മൾ കൺട്രോൾ റൂമിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് തരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരാൾ കുടുങ്ങി കിടന്നത് ഫോറസ്റ്റുകാരാണ് കൺട്രോൾ റൂമിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിത് പോയപ്പോൾ ഞങ്ങൾ ഈ ഇത്രയും മല കയറി ഇതിൻ്റെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് ബാധിക്കും. ഈ ഇരുട്ട് ബാധിച്ച് നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം കഴിഞ്ഞാൽ പിന്നെ ലൈറ്റില്ല. പിന്നെ പോകുന്ന വഴി ആനപ്പിണ്ടവും ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് ആനയുടെ ഒരു ഇത് സാന്നിധ്യം ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് പോകാനായിട്ട് പറഞ്ഞു. നമ്മൾ ഒരു 7 പേരോളം പോയി. കാട്ടിലേക്ക് ചെല്ലും തോറും നമുക്ക് പുള്ളിയെ കുറേ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ വെളിച്ചം കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുള്ളിയെ കണ്ടെത്തുന്നത്. ഏറ്റവും അവസാനം വന്ന ആളുടെ കൂടെ ഫോറസ്റ്റുകാർ വരുമായിരുന്നു. അപ്പോൾ അവരാണ് നമ്മളെ അറിയിച്ചത് ഇങ്ങനെ ഒരാൾ പെട്ട് കിടക്കണ്ട്, അപ്പോൾ അയാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെയാണ് മെസ്സേജ് വന്നത്. നല്ല 150ഓളം കിലോ വെയിറ്റ് ഉള്ള ഒരു സ്വാമിയാണ് വന്നത്. പുള്ളിക്ക് മാത്രമല്ല, പുള്ളി ആസ്മ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം മാത്രമല്ല നല്ല ഒബീസുമാണ്, നല്ല കനം കൂടിയ ആളുമാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരിക്കലും നമുക്ക് സ്ട്രക്ചറിൽ എടുക്കാൻ പറ്റത്തില്ല. അതെ, ചെന്നൈയടുത്ത് പമ്പ ഹോസ്പിറ്റലാണ് വിളിച്ചത്. അത് ഇവിടുന്ന് നമ്മൾ 3 ടീം ഉണ്ടായിരുന്നു. 3 ടീമുമായിട്ട് പോയി അവർ നേരെ എത്തിച്ചോളും. ഏകദേശം 150 കിലോ എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു. പക്ഷേ അതിലും കൂടുതൽ വെയിറ്റാണ് ആളിനെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ നമുക്ക് അറിഞ്ഞത്. എനിക്ക് തോന്നുന്നത് 7 മണിയിൽ 1 മണിയിൽ എന്താണ് ആൾക്കാരെ കയറ്റുന്നത്. ആ ആൾക്കാരാണ് വൈകുന്നേരം 7 മണിക്ക് മുന്നേ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ പാസ് കൊടുക്കുന്ന അവസരത്തിൽ ഇങ്ങനെ അങ്ങനെ വരാൻ തീരെ അവശതയായ അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ഈ 15-16 കിലോമീറ്റർ സഞ്ചരിച്ച് എത്താൻ പറ്റില്ല എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ അവിടെ നിന്ന് തന്നെ പമ്പയിൽ എത്തിച്ച് അതുവഴി കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും. നമ്മുടെ കേരള ഫയർഫോഴ്സും പൊളിയാണ്. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.